ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു പാർട്ട് 3 ഓഫ് അവർ സ്കോട്ട്ലൻഡ് ട്രിപ്പ് വീഡിയോ. ഞങ്ങളിപ്പം സ്കോട്ട്ലൻഡ് ഹൈലാൻഡ്സിലൂടെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഗ്ലെൻകോ എത്താറായി. ഞാൻ 2023 സ്കോട്ട്ലൻഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടുന്ന് കിട്ടിയ എൻ്റെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തത് എഡിൻബ്രയിലാണ്. എന്നിട്ട് ഞങ്ങൾ ഒരു കോച്ചിൽ ഒരു ഡേ ട്രിപ്പ് എടുത്ത് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത് ടു ഹൈലാൻഡ്സ്. അപ്പം ഞങ്ങൾ ലോക്ക്നെസ്, ഇൻവർനസ് വരെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇങ്ങനെ മെയിൻ ടൗൺ അല്ലെങ്കിൽ വില്ലേജസിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയുള്ള നല്ല ഓരോ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ഗ്ലെൻകോയിലോട്ട് വരുന്ന സ്ഥലം, ഈ ഹൈലാൻഡ്സിലോട്ട് കയറുന്ന സ്ഥലമൊക്കെ നല്ല രസമാണ്. അവിടെ ഇങ്ങനെ കുറച്ച് റിവറും മൗണ്ടെയിൻസൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഹോൾട്ടൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല രസമായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് ഗ്ലെൻകോ എത്തിയപ്പം നല്ലൊരു പ്ലേസ്, നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ്. അത്ര തിരക്കൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒരു വില്ലേജ് സൈഡാണെന്ന് തോന്നുന്നു ഇത്. അപ്പം ഞങ്ങൾ ഇതിൽ കൂടി ഒന്ന് നടക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ റിവറൊക്കെ ഉണ്ട് അവിടെ. എന്നിട്ട് ഒരു മഴക്കാറാണിപ്പം. ഞങ്ങൾ താഴത്തുനിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഒക്കെ നല്ല വെതറായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്താ പ്ലാൻ എന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോവും, ഇല്ലെങ്കിൽ അടുത്ത വല്ല ഒരു പ്ലേസിലും കൂടി പോവും. അന്നേരം തന്നെ തിരിച്ചു പോകാണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ടൗണും കൂടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഫോർട്ട് വില്യംസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 30 to 40 മിനിറ്റ്സ് നമ്മൾ ഗ്ലെൻകോയിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഒരു അരമണിക്കൂറേ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഫോർട്ട് വില്യംസ് എത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു, ഫ്രീസിങ് കോൾഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ ജാക്കറ്റൊന്നും എടുക്കാണ്ട് ഞങ്ങൾ പോയത് അങ്ങോട്ട്. ഫോർട്ട് വില്യംസിലൂടെ നമ്മളിങ്ങനെ നടക്കുക. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങിയായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി ഇങ്ങനെ നടന്നു. ഫൈനലി നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചൂടോടെ ഈ ഫ്രൈഡ് റൈസും നൂഡിൽസും സൂപ്പും എല്ലാം കുടിച്ചിട്ട് കുറച്ച് സുവനീർസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. നമ്മളൊരു 8:30 വരെയൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്ഗോയിലോട്ട് എത്താൻ ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഒരു അടിപൊളി സ്കോട്ട്ലൻഡ് ഹൈലാൻഡ്സ് ജേർണി ഇവിടെ തീരുകയാണ്. നാളെ ഞങ്ങൾ എഡിൻബ്ര പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാസിലെ വിശേഷവും അവിടുത്തെ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ.